അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 88ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത് ബനുൽ മുസ്തലഖിലേക്കുള്ള ആ ഒരു സൈനിക നിയോഗത്തെ സംബന്ധിച്ചായിരുന്നു. അവിടെ യുദ്ധമൊന്നും ഉണ്ടായില്ല. റസൂലുള്ളാഹിൻ്റെ സമീപനം കണ്ട ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചതും ആ ഗോത്രത്തിൻ്റെ തലവൻ ഹാരിസയുടെ മകൾ ജുവൈരിയ ബിൻത് അൽ ഹാരിസ റളിയല്ലാഹു അൻഹ അവർ റസൂലുള്ളാഹിൻ്റെ പത്നിയായതും ആ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ കടന്നു വന്ന ഒരു സംഭവമെല്ലാം വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പ്രതിപാദിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, ബനുൽ മുസ്തലഖുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിലൊന്നാമത്തെ സംഭവം നമ്മൾ കവർ ചെയ്തു. ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ രണ്ടാമത്തെ സംഭവത്തിലേക്കാണ്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ദൗത്യമെല്ലാം കഴിഞ്ഞ് ഈ സംഘം മടങ്ങാണ്. അപ്പോൾ ദീർഘയാത്രക്കിടയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ആ യാത്രാ സംഘം നിർത്തി. ആ സംഘത്തിന് ജലം ശേഖരിക്കാൻ വേണ്ടി ആ സംഘത്തിലുണ്ടായിരുന്ന 2 ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തടാകത്തിൻ്റെ ഒരു ജലശേഖരത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ 2 ആളുകൾ, ഈ സംഭവം സ്വഹീൽ ബുഖാരിയിലും സുനൻ തുർമുദിയിലെല്ലാം കടന്നു വന്ന സ്വഹീഹായിട്ടുള്ള സംഭവമാണ്. ആ പോയ 2 ആളുകൾ, ഒന്ന് മക്കക്കാരനായിട്ടുള്ള മുഹാജിറായിട്ടുള്ള ജഹ്ജ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് ഒന്നാമത്തെ വ്യക്തി. രണ്ടാമതായിട്ട് അൻസാരി ആയിട്ടുള്ള മദീനക്കാരനായിരുന്ന സിനാൻ ഇബ്നു വബർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു ആണ്. ഈ 2 ആളുകൾ വെള്ളം എടുക്കാൻ പോയി. ആ വെള്ളം ശേഖരിക്കുന്നതിനിടയിൽ അവരെന്തോ ഒരു തർക്കം. ആ തർക്കം എന്താണെന്ന് ഹദീസിലില്ല. ഒരു വാക്ക് തർക്കമായി അത് മൂത്ത് അവസാനം ആ മുഹാജിറായിട്ടുള്ള മക്കക്കാരനായിട്ടുള്ള വ്യക്തി അൻസാരി ആയിട്ടുള്ള ആളെ തൊടിക്കുകയാണ്. അയാൾ അടിച്ച ഉടനെ തന്നെ അൻസാരി ആയിട്ടുള്ള സ്വഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാലൽ അൻസാർ, അൻസാരികളെ. അദ്ദേഹം സഹായം അവരെ വിളിച്ച് അദ്ദേഹം ഹെൽപ്പ് തേടുകയാണ്. ഉടനെ തന്നെ മറ്റേ വ്യക്തി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആളുകളുണ്ടെന്നുള്ള രൂപത്തിൽ അയാളും ഉറക്കെ വിളിച്ചു, യാലൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ എന്ന് അദ്ദേഹവും വിളിക്കുകയാണ്. ഉടനെ തന്നെ അൻസാറുകളുടെ ഒരു സംഘം ഒരു ഭാഗത്തും മുഹാജിറുകളുടെ മറ്റൊരു സംഘം മറ്റൊരു ഭാഗത്തുമായിട്ട് അവർ 2 ആളുകളും അവിടെ ഒരുമിച്ച് കൂടാണ്. ഇരു വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് കാര്യങ്ങളൊരു സംഘട്ടനത്തിൻ്റെ വക്കിലെത്തുകയാണ്. ആ സമയത്ത് ഫസമിഅ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ടെൻറ്റിനകത്താണ്. റസൂലുള്ളാഹി ശബ്ദകോലാഹലം വാളിൻ്റെ എല്ലാം ശബ്ദമെല്ലാം കേട്ട് റസൂലുള്ളാഹി പുറത്തേക്ക് വരികയാണ്. റസൂലുള്ളാഹി വന്ന ഉടനെ കാണുന്ന കാഴ്ച, മുഹാജിറുകൾ ഒരു ഭാഗത്തും അൻസാറുകൾ ഒരു ഭാഗത്തുമായിട്ട് അവർ ആ സംഘട്ടനത്തിൻ്റെ വക്കിലാണ്. റസൂലുള്ളാഹി കോപിച്ചുകൊണ്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, മാ ബാലു ദഅവൽ ജാഹിലിയ്യ, നിങ്ങൾ ആ ജാഹിലിയത്തിലേക്ക് തന്നെ നിങ്ങൾ വീണ്ടും തിരിച്ചു മടങ്ങാണോ? അതായത് അവർ പരസ്പരം ഈ രൂപത്തിൽ പോരടിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഇസ്ലാമാകുന്ന വലിയ അനുഗ്രഹത്തിലൂടെ അവർ ഒന്നിച്ചതാണ്. അതിനുശേഷം വീണ്ടും നിങ്ങൾ ആ ജാഹിലിയത്തിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയാണോ? അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ദഊഹ ഫഇന്നഹ മുൻതിന, അതായത് നിങ്ങൾ ആ പറഞ്ഞതെല്ലാം നിങ്ങൾ വിട്ടുകളയുക, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക. കാരണം ഫഇന്നഹ മുൻതിന, അതായത് ഖബീഥ, നിങ്ങൾ അത് ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന അല്ലെങ്കിൽ ദുഷിച്ച അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ ഒരു കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. അതോടുകൂടെ അവർ ആ സംഘടനയെല്ലാം അതോടുകൂടെ ആ സംഭവം അവിടെ അവസാനിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ ശക്തമായിട്ടുള്ള ആ താക്കീതും ആ ഒരു കോപമെല്ലാം കണ്ട സമയത്ത് അതോടുകൂടെ അവർ പിരിഞ്ഞു പോവാണ്. അപ്പോൾ ഒരു സംഘട്ടനത്തിലേക്ക് പോകായിരുന്ന ഈ ഒരു സംഭവം റസൂലുള്ളാഹിൻ്റെ ആ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ കാരണം അതോടുകൂടെ ആ സംഭവം അവസാനിക്കുകയാണ്. പക്ഷെ അവിടെ അതിലേറ്റവും കൂടുതൽ നിരാശ തോന്നിയത് ഒന്നാമതായിട്ട് പിശാചാണ്. കാരണം പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്കിടയിലുള്ള ഭിന്നതയാണ്. അതോടൊപ്പം ആ പിശാചിൻ്റെ അനുയായികളായിട്ട് ആ സംഘത്തിലുണ്ടായിരുന്ന മുനാഫിക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ സംഘട്ടനം നടക്കാതെ പോയതിൻ്റെ പേരിൽ വിഷമം തോന്നിയത്. പക്ഷേ അതിലേക്ക് മുനാഫിക്കുകളിലേക്ക് പിന്നീട് നമ്മൾ വരും. അതിനു മുമ്പായിട്ട് ഈ സംഭവം നൽകുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുൻതിന, ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ എന്നെല്ലാം റസൂലുള്ളാഹി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അപ്പോൾ അവരെ ആകെ പറഞ്ഞൊരു കാര്യം, ആ മുഹാജിറായിട്ടുള്ള ആൾ ആ മുഹാജിറുകളെ, മറ്റൊരാൾ അൻസാറുകളെ എന്ന് വിളിച്ച് അവർ പരസ്പരം സഹായം അഭ്യർത്ഥിക്കുകയാണ്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആ മക്കക്കാരനായിട്ടുള്ള വ്യക്തി മക്കക്കാരെ എന്നോ മറ്റേ ആൾ മദീനക്കാരെ എന്ന് പോലുമല്ല വിളിച്ചത്. മുഹാജിറുകൾ അൻസാറുകൾ എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് അവർ ഉപയോഗിക്കുന്നത്. ചിന്തിച്ചു നോക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ലേബൽ, ഈ ഒരു ടൈറ്റിൽ നൽകിയത്. അതും പരിശുദ്ധ ഖുർആനിൽ
അവർ മതപരമായിട്ട് അവർ മതത്തിന് വേണ്ടി നൽകിയ ആ ത്യാഗത്തിൻ്റെ ആ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അവരെ ഈ രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹി പല യുദ്ധത്തിലും ഇതേ രൂപത്തിൽ മുഹാജിറുകൾ ഒരു ഭാഗത്ത് അൻസാറുകൾ ആ രൂപത്തിൽ തരംതിരിച്ച് നിർത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ലേബല് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഒരുമിച്ച് അവർ ആ ത്യാഗത്തിന് വേണ്ടി ഉപയോഗിച്ച സമയത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയായിട്ട് മാറുന്നു. അതേസമയം അതേ ലേബൽ അവർ പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതോടുകൂടെ അത് ഏറ്റവും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന പദങ്ങളായിട്ട് മാറുകയാണ്. അതായത് ഇവിടെ നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നാമങ്ങൾ അത് എത്ര ഖുർആനിക്കായാലും അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ അത് തമ്മിലടിക്കാൻ അസബിയത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം ശത്രുത തീർക്കാനുള്ളതാണെങ്കിൽ അത് ജാഹിലിയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സമകാലിക ലോകത്ത് ഇതേ ഒരുമയുടെ പാഠങ്ങൾ നൽകുന്ന അതേ മതത്തിൻ്റെ അധ്യാപനങ്ങൾ വെച്ചിട്ടാണ് പരസ്പരം ശത്രുതയും വിദ്വേഷവും പൊങ്ങച്ചെല്ലാം കാണിക്കാൻ അതേ മതത്തിൻ്റെ അധ്യാപനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പുറമേക്ക് യാതൊരു കുഴപ്പവും തോന്നുന്നില്ല. ഒരു വിഭാഗം ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ അതേ ദിവസം മറ്റൊരു വിഭാഗം വെക്കുകയാണ്. രണ്ടും ആകർഷകമായിട്ടുള്ള ടൈറ്റിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകും മുന്നിലുള്ളത്. പക്ഷേ അകത്തുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ എത്ര നല്ല ടൈറ്റിലാണ് നിങ്ങൾ പുറമേക്ക് വെക്കുന്നതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശത്തിലേക്കാണ്. എത്ര നല്ല ലേബൽ നിങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ശത്രുത അല്ലെങ്കിൽ പരസ്പരം ഇതേ രൂപത്തിലുള്ള അസബിയത്താണ് നിങ്ങളുടെ പിന്നിൽ അതിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് ഏറ്റവും ദുർഗന്ധം വമിക്കുന്നത് അല്ലെങ്കിൽ ജാഹിലിയത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നുള്ള ആ മനോഹരമായിട്ടുള്ള ഒരു പാഠാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് ചിന്തിച്ച് നോക്കുക, റസൂലുള്ളാഹി അവിടെ വന്ന് അവരോട് നിങ്ങൾ ആരാണ് ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ ആരാണ് ആദ്യം അടിച്ചത്, ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ്, ആ രൂപത്തിൽ അത്തരത്തിൽ ഒരു കാര്യം റസൂലുള്ളാഹി അവിടെ ചോദിക്കുന്നു പോലുമില്ല. റസൂലുള്ളാഹിൻ്റെ ഹിക്മത്ത് നോക്കുക. അതായത് അത്തരത്തിലുള്ള ആ ഡീറ്റെയിലുകളിലേക്ക് പോകുന്നത് അത് ആ പ്രശ്നം കൂടുതൽ വഷളാക്കാനേ ഇടവരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അഡ്രസ്സ് ചെയ്യുന്ന പോലുമില്ല. അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഇത്രയും ഉന്നതമായിട്ടുള്ള സ്വഹാബികൾക്കിടയിൽ പോലും ആ ഒരു ഭിന്നതയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അവിടെ നമ്മൾ കാണുകയാണ്. അപ്പം അത് എത്ര ഉന്നത സമൂഹമാണെങ്കിലും പിശാച് ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ ബദർ ഉഹുദ് എല്ലാം ആ വലിയ പാഠങ്ങൾ അവർക്ക് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. സൂറത്തുൽ അൻഫാൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബു റീഹുക്കും, നിങ്ങൾ പരസ്പരം ഭിന്നിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശക്തിയും വീര്യവും എല്ലാം ചോർന്നു പോകുന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഐക്യത്തിൻ്റെ പാഠങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശക്തമായിട്ടുള്ള ആ ഒരു ഉണർത്തൽ അവിടെ അവർക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു സംഭവം അതോടുകൂടി അവിടെ ഒതുങ്ങി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുസ്ലിങ്ങളുടെ ആ സംഘത്തിൽ നല്ലൊരു നമ്പർ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ മുസ്ലിങ്ങൾ ഈ സംഘടനത്തിൻ്റെ വക്കിൽ നിന്നും അവർ പിന്തിരിഞ്ഞു പോയതോടുകൂടി അവരങ്ങേയറ്റം അസംതൃപ്തരാവാണ്. കാരണം മുസ്ലിങ്ങൾക്കിടയിലുള്ള സംഘടനയെല്ലാം അവരങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ലീഡറായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ലഅനഹുല്ലാ, അയാളെ സംബന്ധിച്ച് പലതവണയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അയാൾ മദീനയുടെ കിരീടാവകാശിയായിട്ടെല്ലാം അയാൾ സ്ഥാനമേൽക്കാൻ പോകുന്ന ആ ഒരു സമയത്താണ് റസൂലുള്ളാഹി ഹിജറ ചെയ്ത് മദീനയിലേക്ക് വരുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി വന്നതോടുകൂടെ അയാളുടെ സ്ഥാനമെല്ലാം നഷ്ടപ്പെട്ട് റസൂലുള്ളാഹിനോട് അങ്ങേയറ്റം ശത്രുത വെച്ചുകൊണ്ട് അയാളവിടെ ജീവിക്കുകയാണ്. കിട്ടുന്ന അവസരത്തിലെല്ലാം ആ ശത്രുത അയാൾ പ്രത്യക്ഷത്തിൽ കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആ ബദർ കഴിഞ്ഞതോടുകൂടെ കാര്യങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വന്നതോടുകൂടെ ഇനി അവിടെ ഭാവിയില്ല, നിലനിൽപ്പില്ലെന്നത് കണ്ടതോടുകൂടെ അയാൾ പുറമേക്ക് മുസ്ലിമായിട്ട് അകത്ത് ശത്രുതയും വെച്ചുകൊണ്ട് അയാൾ കപടനായിട്ട് മുനാഫിക്കായിട്ട് അയാളും അനുയായികളും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതവണ അയാൾ ആ ശത്രുത പ്രത്യക്ഷത്തിൽ തന്നെ കാണിച്ചിരുന്നു. ബദറിന് ശേഷം സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്നൊരു സംഭവത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി തൻ്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അയാളും അനുയായികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനെ കണ്ട സമയത്ത് അയാൾ മൂക്കുപൊത്തി വല്ലാത്ത ദുർഗന്ധം ആ രൂപത്തിൽ പരിഹസിക്കുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ച സമയത്തും അയാൾ പറയുന്നുണ്ട്, ഓ മുഹമ്മദ്, നിങ്ങൾ പോയി വീട്ടിലിരിക്കുക, ഇവിടെ ഈ സദസ്സിൽ കയറി വന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആ രൂപത്തിലെല്ലാം അയാൾ മോശമായിട്ട് റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ ഒരല്പം മുമ്പ് നമ്മൾ ഉഹുദിലും കണ്ടു അയാളും അനുയായികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന് വഴിയിൽ വെച്ച് 300 ആളുകൾ അയാൾ പിന്തിരിഞ്ഞു പോവാണ്. ആ രൂപത്തിലുള്ളൊരു വഞ്ചന നടത്തി. അതിനുശേഷം വീണ്ടും സീറയുടെ 84-ാമത്തെ എപ്പിസോഡിൽ ആ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിലെല്ലാം അയാളുടെ ആ പങ്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ അയാൾ അകത്ത് ശക്തമായിട്ടുള്ള ശത്രുത വെച്ച് പുലർത്തി പുറമേക്ക്
പുറമേക്ക് വലിയ റസൂലുള്ളാഹിനോട് വലിയ കൂറുള്ള ആളായിട്ട് അയാൾ അഭിനയിച്ചുകൊണ്ടാണ് അയാൾ അവിടെ ജീവിച്ചത്. ഏതൊരാളും അയാളെ പുറമേക്ക് അയാളുടെ സംസാരവും അയാളുടെ ആ നടപ്പെല്ലാം കണ്ടാൽ ഏതൊരാളും അയാൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത അനുയായി എന്ന് തെറ്റിദ്ധരിച്ചു പോകും. ആ രൂപത്തിലായിരുന്നു അയാളുടെ പ്രവൃത്തികൾ. ഇപ്പോൾ ഇയാളുടെ ഈ കപടൻ്റെ ഈ രൂപത്തിലുള്ള ചില പതിവുകൾ സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളെല്ലാം ആ പള്ളിയിൽ തടിച്ചുകൂടുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഒരു നാണമില്ലാതെ അയാൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു MC പോലെ അയാൾ എഴുന്നേറ്റ് നിന്ന് അയാൾ ഉറക്കെ അവിടെ ഒരു പ്രഭാഷണം നടത്തും. അയാൾ പറയും, അയ്യുഹന്നാസ് ഹാദാ റസൂലുള്ളാഹ് ബൈന അദ്ഹുരിക്കും. ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദൂതനാണ് നിങ്ങൾക്കിടയിലുള്ളത്. അക്രമക്കുമുല്ലാഹ് വ അസ്സക്കും ബിഹി. അദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കുക, അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കുക. ഫൻസുറൂഹു വസ്മഉ ലഹു അതീഉ. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുക, ബഹുമാനിക്കുക, അദ്ദേഹം പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ഈ രൂപത്തിലെല്ലാം ജനങ്ങളെ ഈ വ്യക്തി ഉപദേശിക്കത്രേ. അപ്പം അതിന് ശേഷം അയാൾ അവിടെ ഇരിക്കും. റസൂലുള്ളാഹി പതിവ് പോലെ ആ ഖുതുബ നിർവഹിക്കും. റസൂലുള്ളാഹി ഇയാളെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ചില ആളുകൾ ആ രൂപത്തിലാണ്, അതായത് പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ ആളുകളുടെ എല്ലാം അറ്റൻഷൻ എന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മൈക്കെടുക്കുന്ന ആളുകളുണ്ട്, ഒരു കാര്യമില്ലാതെ. ഈ രൂപത്തിൽ അയാൾ തുടരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉഹുദിന് ശേഷം ഉഹുദിൽ അയാളുടെ ആ വഞ്ചനയും അതേപോലെ തന്നെ ബനൂ നദീറുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ആയത്തുകൾ, ആ സൂറത്തുൽ ഹശ്റും ആ രൂപത്തിലുള്ള ആയത്തുകളെല്ലാം വന്നതോടുകൂടെ ആ കപടന്മാരുടെ അയാളുടെ ആ തനി നിറം വെളിവാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളെല്ലാം അവതരിപ്പിച്ചു. അതോടുകൂടെ പല ആളുകൾക്കും അയാളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ വന്നു. ഇതൊക്കെ ആയിട്ടും ഉഹുദിന് ശേഷവും യാതൊരു നാണവുമില്ലാതെ അയാൾ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ ഉഹുദിന് ശേഷം ഈ ഒരു സമയത്ത് അയാൾ വെള്ളിയാഴ്ച ഖുതുബക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് അയാൾ എഴുന്നേറ്റുന്നുകൊണ്ട് അയാൾ പറയാൻ പോകുന്ന സമയത്ത് പിറകിലുണ്ടായിരുന്ന സ്വഹാബികൾ അയാളെ പിടിച്ചിരുത്തുകയാണ്. ഇജ്ലിസ് അദുവല്ലാ, അള്ളാഹിൻ്റെ ശത്രു അവിടെ ഇരിക്ക്. ഈ രൂപത്തിലുള്ള പ്രവൃത്തിയെല്ലാം ചെയ്തിട്ടും പിന്നീട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണില്ല എന്ന് പറഞ്ഞ് അയാളെ പിടിച്ചിരുത്തുകയാണ്. അപ്പം അതോടുകൂടി അയാൾ അങ്ങേയറ്റം ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് അയാളുടെ മുന്നിലെ സൊഫിൽ നിന്നും ആളുകളെല്ലാം തട്ടി മാറ്റി അയാൾ പള്ളിയുടെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അയാൾ നടന്ന് ആ പള്ളിയുടെ വാതിലിൻ്റെ അടുത്തെത്തിയ സമയത്ത് അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി, അയാളുടെ അതേ ഗോത്രക്കാരൻ, അതായത് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വഹാബി അയാൾ ആ പള്ളിയിലേക്ക് കയറി വരികയാണ്. അപ്പോൾ വാതിലിൻ്റെ അടുത്തെത്തിയ സമയത്ത് ദേഷ്യത്തോടെ നടന്നു വരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈനെ കണ്ട സമയത്ത് കാര്യം അന്വേഷിച്ചു, എന്താണ് പ്രശ്നം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ അയാൾ പറഞ്ഞു, വൈലക്, നിങ്ങൾക്ക് നാശം. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഈ രൂപത്തിൽ റസൂലുള്ളാഹിനെ വാഴ്ത്തി സംസാരിക്കുന്നത് അവർ തടഞ്ഞു. ഞാൻ ആ രൂപത്തിലെല്ലാം അയാൾ പറഞ്ഞ സമയത്ത് സ്വഹാബി പറഞ്ഞു, നിങ്ങളെ വെറുതെ അല്ലല്ലോ അവർ വിമർശിച്ചത്, നിങ്ങൾ ഉഹുദിൽ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ല, ആ രൂപത്തിലുള്ള പ്രവൃത്തിയെല്ലാം നിങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ അവർ നിങ്ങളെ ഈ രൂപത്തിൽ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഈ രൂപത്തിലെല്ലാം ചെയ്തു പോയി, നിങ്ങൾ ഇർജി യസ്തഗ്ഫിർ ലക റസൂലുള്ളാഹ്, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് തിരിച്ചു പോയിട്ട് റസൂലുള്ളാഹിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക. നിങ്ങളുടെ അടുത്ത് വന്ന് ആ സംഭവിച്ചു പോയ തെറ്റിന് തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാപ്പ് തരും. ആ രൂപത്തിൽ തിരിച്ചു പോയി മാപ്പ് ചോദിക്കാൻ വേണ്ടി ഈ സ്വഹാബി ഇയാളെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് ആ കപടനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈ അഹങ്കാരത്തോടു കൂടെ പറഞ്ഞു, വല്ലാഹി മാ അബ്തഗി അൻ യസ്തഗ്ഫിറ ലി. അള്ളാഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ആ അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ആ പാപമോചനം എനിക്ക് ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞ് അയാൾ അഹങ്കാരത്തോടു കൂടെ ആ പള്ളിയുടെ പുറത്തേക്ക് നടന്നു പോവാണ്. അയാൾ ആ പറഞ്ഞതെല്ലാം സൂറത്തുൽ മുനാഫിഖൂൻ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കും. ഈ സംഭവം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു പ്രൊഫൈൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നമ്മൾ ആ ബാക്കിയുള്ള ചരിത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ബനുൽ മുസ്തലഖിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ ആ മുഹാജിറും അൻസാറുകൾക്കിടയിലുള്ള ആ സംഘടന ഒത്തുതീർപ്പാവാണ്. അതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത തോന്നിയത് ഈ മുനാഫിക്കളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈനാണ്. കാരണം അവിടെ ആ മുഹാജിറായിട്ടുള്ള ആൾ അടിച്ചത് ഒരു അൻസാരി മദീനക്കാരനെയാണ്. അപ്പോൾ അടിയേറ്റ വ്യക്തി മദീനയിൽ ഈ ഖസ്റജ്, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈൻ്റെ ഗോത്രക്കാരനാണ്. അപ്പോൾ അതുകൂടെ അറിഞ്ഞ സമയത്ത് അയാൾക്ക് അങ്ങേയറ്റം കോപം വരികയാണ്. അയാൾ ആ മദീനക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അയാളുടെ അനുയായികളെ തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. മാ ഫഅൽതും ബി അൻഫുസിക്കും, നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. അഹ്ലൽതുമൂഹും ബിലാദക്കും, നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കിയ നിങ്ങളാണ് അവരെ ഇങ്ങോട്ട് സ്വീകരിച്ചത്. നിങ്ങളാണ് ഈ നാട് അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത്. വഖാസം തുമൂഹും അംവാലക്കും, നിങ്ങൾ അവർക്ക് ധനം വേണ്ട വിധത്തിലെല്ലാം നിങ്ങൾ പണം നൽകി അവരെ സഹായിച്ചു. അതായത് മക്കക്കാരായിട്ടുള്ള റസൂലുള്ളാഹിന്റെ അനുയായികളെ സഹായിച്ച കാര്യമാണ് പറയുന്നത്. അമാ വല്ലാഹി ലൗ അംസക്തും അൻഹും, നിങ്ങൾ അവർക്ക് ആദ്യം തന്നെ ഒന്നും നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ അവരെന്നോ ഇവിടെ വിട്ടു പോയേനെ. അതായത് അവരെ വന്ന ഉടനെ തന്നെ അവർക്ക് വേണ്ട ഓഹരിയും ധനമെല്ലാം നിങ്ങൾ നൽകിയത് കൊണ്ടാണ് അവരിവിടെ സെറ്റിലായത്. അതല്ലെങ്കിൽ അവർ മറ്റെങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു. ഇതിപ്പോൾ
നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ഔദാര്യം പറ്റി ഇപ്പോൾ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു ചൊല്ല് അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ നീചനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പറഞ്ഞു, പണ്ട് ആരോ പറഞ്ഞതുപോലെ സമ്മിൻ കൽബക് യകുലക്, അതായത് നിൻ്റെ നായ, അറബിയിലുള്ളൊരു ചൊല്ല് അയാൾ പറയാണ്, നിൻ്റെ നായെ നീ ഒരുപാട് തീറ്റിപ്പോറ്റി അവസാനം നായ തടിച്ചതിന് ശേഷം അത് നിന്നെ തന്നെ കടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നഊദു ബില്ലാഹ്, അയാൾ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്, പാല് കൊടുത്ത കൈക്ക് തന്നെ പാമ്പ് കുത്താന്ന് പറയാറുണ്ട്. ആ രൂപത്തിലുള്ളൊരു ചൊല്ല് അയാൾ പറയുകയാണ്. അപ്പം എത്ര മോശമായിട്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുയായികളെയും അവിടെ ചിത്രീകരിക്കുന്നത്. അയാളുടെ അകത്തുള്ള ആ പക നോക്കുക. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഇതെല്ലാം കാണാൻ സാധിക്കും. അയാൾ അതിന് ശേഷം പറഞ്ഞു, വല ഇൻ റജഅന ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ. അപ്പോൾ അവരൊരു യുദ്ധയാത്രയിലാണ്. അപ്പോൾ അയാൾ പറയാണ്, ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, അഅ്സായിട്ടുള്ള ആളുകൾ, അതായത് അയാളും അനുയായികളെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലുള്ള നിന്ദ്യരായിട്ടുള്ള അതല്ലായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുയായികളെയാണ് ആ രൂപത്തിൽ അയാൾ വിശേഷിപ്പിക്കുന്നത്. അഊദു ബില്ലാഹ്. അവരെ നമ്മൾ ആ മദീനയിൽ എത്തിയാൽ ആട്ടി പുറത്താക്കും, അവരെ നമ്മൾ അവിടെ നിന്ന് പുറത്താക്കും. അയാൾ പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ്റെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. ഈ ഒരു നീചൻ ഈ രൂപത്തിലെല്ലാം സംസാരിച്ചത്, അയാളുടെ അനുയായികളോട് ഈ രൂപത്തിലെല്ലാം പറയുന്നതിന്, അവിടെ ആ സദസ്സിൽ ഒരു കുട്ടിയായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് അന്ന് പ്രായം 7-8 വയസ്സ് മാത്രമാണ്. അപ്പോൾ കുട്ടിയായതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് പിൻകാലഘട്ടത്തിൽ ഈ സെയ്ദ് ഇബ്നു അർഖാണ് ഈ ഹദീസ് എല്ലാം പിൻകാലഘട്ടത്തിൽ ഉദ്ധരിക്കുന്നത്. അപ്പോൾ സെയ്ദ് ഇബ്നു അർഖം പറയാണ്, സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ അദ്ദേഹം പറയാണ്, എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി. കാരണം റസൂലുള്ളാഹിനെ ഇത്രയും മോശമായിട്ടുള്ള രൂപത്തിലാണ് റസൂലുള്ളാഹിനെ അനുയായികളെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ കുട്ടിയുടെ അമ്മാവൻ, അതല്ലെങ്കിൽ ആ ഗോത്രത്തിലുള്ള പ്രധാനപ്പെട്ടൊരു വ്യക്തി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആയിട്ട് ഈ ഒരു സംഭവം ഷെയർ ചെയ്യാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഈ രൂപത്തിലുള്ള ഫിത്നയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ആ വാർത്ത ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വന്ന് ഈ കാര്യമെല്ലാം, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹിനോട് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് ഈ ഒരു വാർത്ത പങ്കുവെക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ സമീപത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അതായത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ആ സമയത്ത് അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂര പ്രവൃത്തിയാണ്. ഒന്നാമതായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. അതും സാധാരണ ആയിട്ടുള്ളൊരു സമയമല്ല, ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ആ സൈന്യത്തെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്രൂരകൃത്യമാണ്. ആ ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്യുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം കോപത്തോടു കൂടെ പറഞ്ഞു, ദഅനി അദ്രിബു ഉനഖ ഹാദൽ മുനാഫിഖ്. അപ്പോൾ പ്രവാചകർ, ആ മുനാഫിക്കിൻ്റെ തല ഞാൻ എടുക്കും, അതിനുള്ള പെർമിഷൻ നിങ്ങൾ തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീൽ ബുഖാരിയിലെ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, കൈഫ യാ ഉമർ, ഓ ഉമർ എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കുക? ദഅൂഹു, റസൂലുള്ളാഹി പറഞ്ഞേ അത് വിട്ടേക്കുക. കാരണം നമ്മൾ ആ രൂപത്തിൽ ചെയ്താൽ ആളുകൾ അന്നാസു യഖൂലൂൻ അന്ന മുഹമ്മദൻ യഖ്തുലു അസ്ഹാബഹു, നമ്മൾ ആ രൂപത്തിൽ അയാൾക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് പുറത്തുള്ള ആളുകൾ പറയാൻ തുടങ്ങും, മുഹമ്മദ് സ്വന്തം അനുയായികളെ വധിക്കാൻ തുടങ്ങിയിരിക്കുന്നെന്ന് മറ്റുള്ള ആളുകൾ പറയും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, എത്ര വലിയ പാടാണ് റസൂലുള്ളാഹി ഒരു പ്രസ്താവന വഴി ഉമ്മത്തിന് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഇസ്ലാം എന്നുള്ള ആ സർക്കിളിന് പുറത്തുള്ള ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർ നമ്മളെ മൊത്തം മുസ്ലിം എന്നുള്ള ഒരൊറ്റ ലേബലിലാണ് നമ്മളെ മുഴുവൻ അവർ കാണുന്നത്. അതേസമയം ആ സർക്കിളിനകത്തുള്ള നമ്മൾ വ്യത്യസ്ത ലേബലുകൾ ചാർത്തി നമ്മൾ പരസ്പരം നമ്മുടെ ഭിന്നതയെ സംബന്ധിച്ചും പുറത്തുള്ള ആളുകൾക്ക് യാതൊരു ധാരണയില്ല. നമ്മൾ പരസ്പരം തമ്മിലടിക്കുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ ആ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുള്ളൊരു ചിത്രമാണ് അവർക്ക് മുമ്പിൽ, പുറത്തുള്ള ആളുകൾക്ക് മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ അവർ ഇസ്ലാമിനെ കാണുന്ന യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെയല്ല, മറിച്ച് അവർ യഥാർത്ഥത്തിൽ വായിക്കുന്നത് നമ്മളെയാണ്, നമ്മളിലൂടെയാണ് അവർ ഇസ്ലാം കാണുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ നല്ലൊരു ചിത്രം നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പറയാറുള്ളത് പോലെ നമ്മുടെ വീട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അത് വീട്ടിൻ്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക്, നടുറോട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി അവിടെയല്ല അത് ചർച്ച ചെയ്യേണ്ടത്. അതുവഴി യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തെയാണ് നമ്മൾ അവഹേളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തി കാരണം മറ്റുള്ള ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകരുത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു പാടാണ് അവിടെ നൽകുന്നത്. അപ്പോൾ അവിടെ ചേർത്ത് വായിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന സൂറത്തുൽ മുംതഹനയുടെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു. ഓ അല്ലാഹ്, ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികളൊന്നും സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണമാക്കി മാറ്റരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അടുത്ത കാലത്ത്
ഒരു പണ്ഡിതൻ ഇന്നത്തെ സമകാലിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിനെ നോക്കി ഫിത്നത്തൻ ലില്ലദീന ആമനു എന്നുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ ഒരു നല്ല ചിത്രം അത് നൽകുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആ രൂപത്തിൽ പ്രവർത്തിച്ചാൽ പുറത്തുള്ള ആളുകൾ അവർ റസൂലുള്ളാഹി അല്ലെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ സ്വന്തം അനുയായികളെ വധിക്കാൻ തുടങ്ങിയിരുന്ന അവർ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ ആ സംഭവത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അഭിപ്രായപ്പെടും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉബൈ ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത കേട്ട ഉടനെ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി, കാരണം എത്രയും മോശമായിട്ട് അയാൾ സംസാരിച്ചതാണ്, അപ്പോൾ അയാളെ തന്നെ നേരിട്ട് റസൂലുള്ളാഹി വിളിപ്പിക്കുകയാണ്. ശേഷം ഉണ്ടായ സംഭവം, ആ കുട്ടി സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ തുടരുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉബൈനെ വിളിപ്പിച്ചു. ശേഷം റസൂലുള്ളാഹി കാര്യം അന്വേഷിച്ചു, നിങ്ങൾ ഈ രൂപത്തിലെല്ലാം പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ ഉബൈ അയാൾ സംസാരിക്കാൻ മിടുക്കനായിരുന്നു. അയാൾ പറഞ്ഞു, അയാളെല്ലാം നിഷേധിക്കുകയാണ്. ഫഹലഫു മാ ഖാലു, അയാൾ സത്യം ആണയിട്ട് പറയുകയും ചെയ്തു. വല്ലാഹി ഞാൻ ആ രൂപത്തിൽ ചെയ്യും തോന്നുന്നുണ്ടോ, ഞാൻ അങ്ങനെ പറയോ നിങ്ങളെക്കുറിച്ച്, ആ രൂപത്തിലെല്ലാം അബ്ദുല്ലാഹ് ബിൻ ഉബൈ അവിടെ സംസാരിക്കുകയാണ്. അവസാനം റസൂലുള്ളാഹി അതെല്ലാം കേട്ട് റസൂലുള്ളാഹി അയാളെ പറഞ്ഞേക്കാണ്. അപ്പോൾ അയാൾ ഇറങ്ങി വരുന്ന ആ കാഴ്ച, അയാൾ നെഞ്ചും പിരിച്ച് പുഞ്ചിരിച്ച് അയാൾ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച കുട്ടി പുറത്തുനിന്ന് കാണുകയാണ്. ആ സമയത്ത് സെയ്ദ് ബിൻ അർഖം പറയാണ്, ഫകദ്ദബനി റസൂലുള്ളാഹി വസദ്ദഖഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിശ്വസിച്ചു, എന്നെ അവിശ്വസിച്ചു എന്നുള്ള കാര്യം എനിക്കപ്പം മനസ്സിലായി. അതുമാത്രമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഗോത്രത്തിൽപ്പെട്ട പല ആളുകളും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തിനാണ് വെറുതെ ഓരോന്ന് കേൾക്കാതെ വന്ന് പറയുന്നത്, നീ കാരണമല്ല ഇതെല്ലാം ഉണ്ടായത്. ആ രൂപത്തിലെല്ലാം ആ കുട്ടിയെ പഠിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കുട്ടി പറയുന്നത് സത്യമാണ്. എന്നിട്ട് അദ്ദേഹം ആ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅസ്വാബനി ഹമ്മുൻ ലം യുസ്ബിനി മിസ്ലഹു ഖത്ത്, എന്നെ മുമ്പെങ്ങും ബാധിക്കാത്ത രൂപത്തിലുള്ള ദുഃഖം എന്നെ ബാധിച്ചു. അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ രൂപത്തിലെല്ലാം ഞാൻ ചിന്തിച്ചു പോയി, അത്രയധികം വിഷമം എനിക്ക് തോന്നി. അങ്ങനെ ആ കുട്ടി അവിടെ നിന്നും ഓടി വീട്ടിലേക്ക് പോവാണ്. ഫജലസ്തു ഫിൽ ബൈത്ത്, അതിന് ശേഷം ആ കുട്ടി ആ വീട്ടിലിരിക്കുകയാണ്, പുറത്തൊന്നും ഇറങ്ങാതെ ആ വീട്ടിൽ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയുന്നില്ല. ആ കുട്ടി കടന്നു പോകുന്ന വിഷമത്തെ സംബന്ധിച്ചും ആ വീട്ടിലിരിക്കുന്നതിനെ സംബന്ധിച്ചും റസൂലുള്ളാഹിക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുള്ള 63-ാമത്തെ അധ്യായം, ആ സൂറത്തുൽ മുനാഫിഖൂൻ എന്നുള്ള ആ മുഴുനീള അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് നൽകുന്നത്. അതുവഴി അബ്ദുല്ലാഹി ബിൻ ഉബൈൻ്റെ ആ മൊത്തം കളവുകൾ അല്ലെങ്കിൽ അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലൂടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ സൂറത്ത് വഹിയായി ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വഹീൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ, ആ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിനെ ആ സദസ്സിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ കുട്ടിയായിരുന്ന സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ സദസ്സിലേക്ക് വരികയാണ്. സുനൻ തുർമുദിയിലുള്ള ഹദീസിൽ ഫഅറക ഉദ്നി വളഹിക ഫീ വജ്ഹി, അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി എന്നെ കണ്ട സമയത്ത് എൻ്റെ ചെവിയിൽ പിടിച്ച് തടവി എൻ്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി പുഞ്ചിരിച്ചു. അതിനുശേഷം ഫഖറഅ, റസൂലുള്ളാഹി ആ വഹിയായിട്ട് ലഭിച്ച ആ സൂറത്തുൽ മുനാഫിഖൂൻ ആ മുഴുനീള അധ്യായം എൻ്റെ മുമ്പിൽ പാരായണം ചെയ്തു. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സദ്ദഖക യാ സെയ്ദ്, ഓ സെയ്ദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സത്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിനോടൊപ്പമുള്ള ആ ഒരു മൊമെൻറ്റ്, ആ ഒരു നിമിഷം അത് എന്നെന്നും, അതായത് എൻ്റെ മരണം വരെ നിലനിന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയേറെ എനിക്ക് സന്തോഷം തോന്നി. അതല്ലെങ്കിൽ ഈ ലോകത്ത് അനശ്വരത കിട്ടിയതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത്. അത്രയേറെ ആ കുട്ടി സന്തോഷിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ കുട്ടി കടന്നുപോയ ആ ഒരു വിഷമത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ എല്ലാം അറിയുന്ന, ഹൃദയത്തിൻ്റെ മിടിപ്പറിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയാണ്. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുനാഫിഖൂൻ ഒരേ സമയം കപടവിശ്വാസികളെ തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക്, ആ കുട്ടിയുടെ മാനസിക വേദനയ്ക്ക് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാന്ത്വന വാക്കുകൾ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ കുട്ടിയുടെ ആ മാനസിക വേദന എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ അതിന് വില കൽപ്പിക്കുന്നുണ്ടെന്നുള്ള ആ കുട്ടികളെ പരിഗണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം നമസ്കാര സമയത്ത്, നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള സംഭാഷണമാണ്. ആ സമയത്ത് പോലും റസൂലുള്ളാഹി പിറകിൽ നിന്നും കുട്ടികളുടെ ആ കരയുന്ന ശബ്ദം കേട്ട റസൂലുള്ളാഹി നമസ്കാരത്തെ ആ ചുരുക്കുമായിരുന്നു. ആ രൂപത്തിലെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയേറെ ആ കുട്ടികൾക്ക് നൽകിയ പരിഗണന കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അധ്യായം. അതുകൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുനാഫിഖൂനിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ നമ്മൾ ആ സംഭവത്തിലേക്ക്, ബനുൽ മുസ്തലക്കിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉബൈ ഈ രൂപത്തിലുള്ള ഫിത്ന അണികൾക്കിടയിൽ ഉണ്ടാക്കിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിൽ അത് വീണ്ടും ഒരു സംസാരം, ഒരു ചർച്ചയാകുന്നതിന് മുമ്പ് ആ സംഭവത്തിനൊരു വിരാമം കുറിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പതിവിന് വിപരീതമായിട്ട് റസൂലുള്ളാഹി ഉടനെ തന്നെ ആ വിശ്രമാവസ്ഥയിൽ റസൂലുള്ളാഹി ക്യാമ്പ് അവസാനിപ്പിച്ച് ഉടനെ തന്നെ യാത്രക്കുള്ള ഓർഡർ നൽകുകയാണ്. പൊതുവേ ആ യാത്ര പോകേണ്ട ഒരു സമയം, യാത്രക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സമയമല്ലാതായിട്ടും
റസൂലുള്ള ഉടനെ തന്നെ പുറപ്പെടാനുള്ള ഓർഡർ അവർക്ക് നൽകുകയാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഓ പ്രവാചകർ, എന്താണ് ഈ സമയത്ത് യാത്ര പുറപ്പെടുന്നത്? അപ്പോൾ റസൂലുള്ളാഹി കാരണമായിട്ട് അത് പറയുന്നുണ്ട്. അങ്ങനെ അവർ പതിവിന് വിപരീതമായിട്ട് തുടർച്ചയായിട്ട് അന്ന് പകലും രാത്രിയും പിറ്റേന്ന് പ്രഭാതം വരെ കണ്ടിന്യൂസ് ആയിട്ട് റസൂലുള്ളാഹി അവരോട് യാത്ര, അതായത് നിർത്താതെ അവർ യാത്ര ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി ഓർഡർ നൽകുകയാണ്. നോൺ സ്റ്റോപ്പായിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ മദീനയിലെ ആ ബൗണ്ടറി എത്തിയ സമയത്ത് തന്നെ കഠിനമായിട്ടുള്ള ക്ഷീണം, കാരണം തുടർച്ചയായിട്ടുള്ള യാത്ര കാരണം കഠിനമായിട്ടുള്ള ക്ഷീണം കാരണം അവർ ഉടനെ തന്നെ നിദ്രയിലേക്ക് പോവുകയാണ്. അതുവഴി ആ പ്രശ്നം, അതായത് കൂടുതൽ പുകയാതെ തന്നെ ആ തീ അവിടെ കെട്ടമരാണ്. അതിന് വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ചെയ്തത്. അങ്ങനെ അവർ മദീനയുടെ ബൗണ്ടറിയിലെത്തുകയാണ്. അങ്ങനെ ബനുൽ മുസ്തലിക്കിലേക്ക് പോയിട്ടുള്ള ആ സംഘത്തിൻ്റെ ആഗമന വിവരം, അതേപോലെ തന്നെ തിരിച്ചുള്ള യാത്രയിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഉണ്ടാക്കിയ ഫിത്നകളെ സംബന്ധിച്ചെല്ലാം ഒരു ദൂതൻ വഴി മദീനക്കാർ മുഴുവൻ അറിയാം. അപ്പോൾ മദീനയിൽ ഏറ്റവും കൂടുതൽ അത് കേട്ട സമയത്ത് വിഷമിച്ച ഒരു വ്യക്തി ഇതേ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈനെ തന്നെ ഒരു മകൻ, അദ്ദേഹം സ്വഹാബിയാണ്, റസൂലുള്ളാഹിൻ്റെ അനുചരനാണ്. നേരത്തെ ഏതോ ഒരു എപ്പിസോഡിൽ പരാമർശിച്ചിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അദ്ദേഹം ഉപ്പയെക്കുറിച്ച് ഓർത്ത് അങ്ങേറ്റം വിഷമിക്കുകയാണ്, ഉപ്പ ഈ ചെയ്തു കൂട്ടുന്നതിനെ സംബന്ധിച്ചെല്ലാം. അങ്ങനെ ഈ വ്യക്തി, ഈ സ്വഹാബി, അദ്ദേഹം റസൂലുള്ളാഹി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം റസൂലുള്ളാഹിനെ അങ്ങോട്ട് പോയി കാണാൻ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ പ്രവാചകരെ, എൻ്റെ ഉപ്പ ചെയ്തു കൂട്ടിയതിനെ സംബന്ധിച്ചുള്ള ആ ന്യൂസെല്ലാം ഞാൻ അറിഞ്ഞു. ഉപ്പക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരും ചെയ്യേണ്ടതില്ല, അത് ഞാൻ തന്നെ ചെയ്തോളാം, എന്നെ തന്നെ അത് ഏൽപ്പിക്കണമെന്ന് ആ മകന് പറയാണ്. ഉപ്പയെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഉപ്പയുടെ ഒരു ചെയ്തികൾ ഓർത്ത് ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, വനുഹ്സിൻ സുഹ്ബതഹു മാ ബഖിയ മഅന, എൻ്റെ ഉപ്പ നമ്മുടെ കൂടെയുള്ള കാലത്തോളം ഞാൻ അയാളോട് നല്ല രൂപത്തിൽ വർത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലൊരു വാക്ക് നൽകി. റസൂലുള്ളാഹി വാക്ക് പാലിക്കുന്നുണ്ട്. നിരവധി ക്രൂരതകൾ അദ്ദേഹം പിന്നീട് പ്രവർത്തിച്ചിട്ടും അവസാനം റസൂലുള്ളാഹി എത്രത്തോളം എന്ന് വെച്ചാൽ ഹിജറ വർഷം 9 അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ മരണപ്പെടുന്ന സമയത്തും ഇതേ മകൻ വീണ്ടും റസൂലുള്ളാഹിനെ സമീപിക്കുന്നുണ്ട്. ഉപ്പക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹിൻ്റെ ആ ഒരു ഷാൾ ഊരിത്തരാൻ വേണ്ടി, അതിൽ ഉപ്പയെ കഫൻ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്നതും റസൂലുള്ളാഹി തൻ്റെ റിദ ഊരി നൽകി അവസാനം അതിൽ പുതച്ചിട്ടാണ് ഉപ്പയെ ആ മകന് ഖബറടക്കുന്നത്. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. റസൂലുള്ളാഹി അയാൾക്ക് വേണ്ടി പാപമോചനം തേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അതിനെ ശക്തമായിട്ട് സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കുന്നതെല്ലാം മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് നമ്മൾ പരാമർശിക്കും. ഏതായിരുന്നാലും ആ മകന് മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണ്. അങ്ങനെ ആ സംഘം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും ആ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ മദീനയുടെ ബൗണ്ടറിയിൽ പോയി ആ മകന് നിൽക്കുകയാണ്. അങ്ങനെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയും സംഘവും അവിടെ എത്തിയ സമയത്ത് ആ മകൻ ആ ഉപ്പയുടെ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അൻത തസഅമു ഇൻ റജഅന ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ. ഓ ഉപ്പ, നിങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ആ തിരിച്ചുള്ള യാത്രയിൽ നിങ്ങൾ പറഞ്ഞു മദീനയിലെത്തിയാൽ അഅ്സായിട്ടുള്ള പ്രതാപമുള്ള ആളുകൾ, നിന്ദരായിട്ടുള്ള ആളുകൾ പുറത്താക്കുമെന്ന് നിങ്ങൾ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വല്ലാഹി അള്ളാഹുവിൻ്റെ റസൂലും അതേപോലെ തന്നെ അനുയായികളും അവരാണ് യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ള ആളുകൾ. നിങ്ങളാണ് ആ കൂട്ടത്തിൽ, അതല്ല, നിങ്ങളാണ് നിന്ദരായിട്ടുള്ള ആളുകൾ. വല്ലാഹി ലാ തദ്ഖുലുഹ ഹത്താ യുഅ്ദന ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ആ പെർമിഷൻ ലഭിക്കാതെ ഒരിക്കലും നിങ്ങളെ ഈ മദീനയിലേക്ക് ഞാൻ കടത്തിവിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മകൻ ആ വഴി തടയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. റസൂലുള്ളാഹി അതിന് അനുമതി നൽകി. അങ്ങനെ അനുമതി ലഭിച്ചതിന് ശേഷമാണ് ആ മകന് ഉപ്പയെ മദീനയിലേക്ക് കയറാനുള്ള ആ പ്രവേശന അനുമതി നൽകിയത്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ആ മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം, അതേപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂനിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിലുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബൈൻ്റെ ആ രൂപമെല്ലാം തുറന്നു കാണിച്ചതോടുകൂടെ അയാളുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്കെങ്കിലും മാറി ചിന്തിക്കാനും ചില ആളുകളെങ്കിലും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരാനെല്ലാം അത് കാരണമായിട്ട് തീരാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഓ ഉമർ, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് അയാളുടെ തലയെടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഓർഡർ നൽകിയാൽ ഉടനടി കേൾക്കുന്ന അയാളുടെ തന്നെ നിരവധി അനുയായികളെ നമുക്കൊരിക്കലും ലഭിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓ പ്രവാചകരെ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനമാണ് ഏറ്റവും ഉചിതം. എൻ്റെ സജഷനേക്കാൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള തീരുമാനം അത് തന്നെയാണെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അയാളെ കൃത്യമായിട്ട് ആ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിച്ച സമയത്ത്, സമൂഹത്തിൽ അയാളുടെ മുഖം വികൃതമായ സമയത്ത്
അതിൽ നിന്നും ജനശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അദ്ദേഹം അടുത്ത മൂന്നാമത്തെ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള അപവാദമായിട്ട് പിന്നീട് അയാൾ കടന്നു വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കും. അതിനു മുമ്പ് അവസാനമായിട്ട് ഇപ്പോൾ നമ്മളിതുവരെ പല 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 തവണയായിട്ട് ആ സൂറത്തുൽ മുനാഫിഖൂനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സൂറത്ത് നമ്മളൊന്ന് ഓടിച്ചു പോവുകയാണ്. നേരത്തെ സൂറത്തുൽ ഹശ്ർ നമ്മൾ പരിശോധിച്ചതുപോലെ തന്നെ കേൾക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ ആ പരിഭാഷ അല്ലെങ്കിൽ ആ അർത്ഥമടക്കമുള്ള ആ സൂറത്തുൽ മുനാഫിഖൂന് നിങ്ങൾ തുറന്നു വെക്കുക. ഈ മുഴുനീളം ആ ഒരു ചരിത്രം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ സൂറത്ത് ഇനി നമ്മൾ മുന്നോട്ടൊന്ന് നോക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ അഥവാ കപടവിശ്വാസികൾ. ഇപ്പം നിഫാഖ് എന്നുള്ള പദത്തിന് ഭാഷയിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. മരണം, അതേപോലെ അതേ റൂട്ടിൽ നിന്ന് കടന്നു വരുന്ന ഇൻഫാഖ് എന്നുള്ള പദം നമുക്കറിയാം ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ചതി, ഏറ്റവും കൗതുകം തോന്നിയ മറ്റൊരർത്ഥം. ഇപ്പം നാഫിഖ എന്ന് വെച്ചാൽ ഭാഷയിൽ ടണൽ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ മരുഭൂമിയിലെല്ലാം ജീവിക്കുന്ന ചില ജീവികൾ അവർ ദ്വാരം ഉണ്ടാക്കി 2 ഭാഗത്ത് ഹോളുകളുള്ള അത്തരത്തിലുള്ള ദ്വാരങ്ങൾ, മാളങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇപ്പോൾ ശത്രു ഒരു ഭാഗത്തൂടെ പ്രവേശിക്കുന്ന സമയത്ത് രക്ഷപ്പെടാനായി അപ്പുറത്തൊരു ഹോൾ അവരുണ്ടാക്കും. അതേ രൂപത്തിലുള്ള ഇപ്പോൾ നമ്മൾ പഴയ കാലത്തുള്ള രാജാക്കന്മാരെല്ലാം അവരുടെ കൊട്ടാരത്തിനകത്ത് ഒരു തുരങ്കം നിർമ്മിക്കാറുണ്ട്. അതൊരു എമർജൻസി എക്സിറ്റാണ്. എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ രക്ഷപ്പെടാനുള്ള ആ രൂപത്തിലുള്ള ആ ദ്വാരങ്ങൾക്കാണ് ഭാഷയിൽ ആ ഒരു പദം ഉപയോഗിക്കാറുള്ളത്. അപ്പം അത് വെച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്തും മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ഇരുമുഖം പ്രസിദ്ധമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ തന്നെ ഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, അവർ വിശ്വാസികളെ കാണുന്ന സമയത്ത് വിശ്വാസികളോടൊപ്പമായിരിക്കും, അതേസമയം അവർ അവിശ്വാസികളോടൊപ്പമാകുന്ന സമയത്ത് അവരുടെ ഭാഗത്തേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം അതേ അർത്ഥത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ രൂപത്തിൽ തന്നെ അവരെ വിശേഷിപ്പിക്കുന്നതായിട്ടും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്ത് തൗബയുടെ 56ഉം 57ഉം ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സൂറത്ത് തൗബയിൽ മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ കടന്നു വരുന്നുണ്ട്. അതിൽ 56ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും വമാഹും മിൻകും, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെന്ന് അവർ അള്ളാഹിൻ്റെ പേരിലെല്ലാം അവർ സത്യം ചെയ്ത് പറയും. യഥാർത്ഥത്തിൽ ആ രൂപത്തിലല്ല, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല. അതിനുശേഷം 57ാമത്തെ ആയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 57ാമത്തെ ആയത്തിൽ ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഊൻ, അവർ എന്തെങ്കിലും ഒരു അഭയസ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഹയോ അഭയസ്ഥാനോ അല്ലെങ്കിൽ കടന്നുകൂടാൻ പറ്റിയ എന്തെങ്കിലും ഒരു എമർജൻസി എക്സിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ കുതിർച്ചാടി അവരങ്ങോട്ട് ഓടി മറിയും, അല്ലെങ്കിൽ അവരങ്ങോട്ട് ഓടും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ അർത്ഥമായിട്ട് ചേർത്ത് വെച്ച് നോക്കുക. അതേപോലെ തന്നെ സൂറത്ത് തൗബയുടെ 45ാമത്തെ ആയത്തിലും ഫഹും ഫി റൈബിഹിം യതറദ്ദദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവർ സംശയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക അല്ലെങ്കിൽ ആടിക്കളിക്കുകയാണ്. ആ രൂപത്തിലാണ് മുനാഫിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ കൂടെയല്ല. ഏത് സമയത്തും അവരുടെ മുന്നിൽ ഒരു എസ്കേപ്പ് പ്ലാൻ ഉണ്ടാകും. സാഹചര്യങ്ങൾ കടുക്കുന്ന സമയത്ത് അവരും എല്ലാം ഓടി മറയും. അപ്പോൾ നേരത്തെ ഉഹുദിൽ നമ്മൾ കണ്ടു, ഉഹുദിൽ ആ സാഹചര്യം ആ യുദ്ധത്തോട് അടുത്ത സമയത്ത് അവരുമെല്ലാം രക്ഷപ്പെടുകയാണ്, അവർ മാളത്തിലേക്ക് ഓടിമറയാണ്. അതേസമയം ഇപ്പോൾ ബനുൽ മുസ്തലഖിലേക്ക് വരുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ സമയത്ത് അവരൊന്നടങ്കം ഇറങ്ങി പുറപ്പെടുകയാണ്. ആ രൂപത്തിലാണ് അവരുടെ നിലപാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത്. ഇപ്പം ഇത്രയേറെ ആ മദനി സൂറത്തുകളിലെല്ലാം പ്രധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം നിഫാഖ് എന്നുള്ളത് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തുടക്കത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അവിടെ വിവരിച്ചുകൊണ്ട് 4 ആയത്തുകൾ, അതിനുശേഷം അവിശ്വാസികളെ സംബന്ധിച്ച് 2 ആയത്ത്, പിന്നീട് ഏറ്റവും കൂടുതൽ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ 13ഓളം ആയത്തുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഫാഖുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചർച്ച വരുന്നത്. കാരണം ശത്രുവിനേക്കാൾ പ്രത്യക്ഷത്തിൽ ശത്രുവാണെന്ന് പറയുന്നവരേക്കാൾ അപകടമാണ് യഥാർത്ഥത്തിൽ മിത്രമാണെന്ന് കരുതി ആ ശത്രുത കൊണ്ടു നടക്കുന്ന ആളുകൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുന്നതെല്ലാം പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിഫാഖ് എന്നുള്ളതിനെ ഒരു മദീനൻ ഫിനോമിനയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മക്കയിൽ നമുക്കറിയാം സാഹചര്യങ്ങൾ തികച്ചും പ്രതികൂലമായിരുന്നു. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ ഭൗതികമായിട്ട് അയാൾക്ക് യാതൊരു നേട്ടമില്ല, അയാളുടെ സമ്പത്തും കുടുംബവും അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിഫാഖിന് യാതൊരു സാധ്യതയില്ല. അതേസമയം മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിൽ കാര്യങ്ങളെല്ലാം മാറി സാഹചര്യങ്ങളെല്ലാം അനുകൂലമായ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ ചില ബെനിഫിറ്റ് എല്ലാം ഉണ്ട് എന്ന് കണ്ട സമയത്ത് ആ രൂപത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ നിഫാഖ് അവിടെ വളർന്നു വരുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫാഖിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെല്ലാം ഇത്രയേറെ നമുക്ക് അധ്യാപനങ്ങൾ നൽകുന്നു. നിഫാഖ് എന്നുള്ളത് അത് കേവലം വിശ്വാസപരമായിട്ടുള്ള നിഫാഖ് മാത്രമല്ല, അതിൻ്റെ ചെറിയ രൂപങ്ങൾ അതിൻ്റെ സംബന്ധിച്ചുള്ള ഇതിനെ പണ്ഡിതന്മാർ വ്യത്യസ്തമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള ആ നിഫാഖ്
നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരം നമ്മൾ സദാ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും അതിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ മിനൻ നിഫാഖ്, ഓ അല്ലാഹ് എന്നെ നിഫാഖിൽ നിന്ന് എൻ്റെ കൽബിനെ രക്ഷപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് ഏതെങ്കിലും ഒരു ഖുത്ബ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് അയാൾ എനിക്കറിയാം, അയാൾക്ക് ആ കുഴപ്പമുണ്ട്, ആ രൂപത്തിൽ മറ്റൊരാളെ അത് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇൻട്രോസ്പെക്ഷൻ നമ്മൾ സ്വയം ആത്മവിചാരണ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളെല്ലാം നൽകുന്നത്. ചെറിയ രൂപത്തിലെങ്കിലും ആ നിഫാഖ് എന്നിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളെല്ലാം നൽകുന്നത്. അപ്പോൾ നമ്മൾ ഷുഗറും പ്രഷറെല്ലാം പരിശോധിക്കുന്നത് പോലെ നിരന്തരം നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, മാ അമിനഹു ഇല്ലാ മുനാഫിഖ് മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ. അതായത് ആ നിഫാഖിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സേഫ്റ്റി അത് മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അനുഭവപ്പെടൂ. അതേസമയം മുഅ്മിനായിട്ടുള്ള ആൾ അതിനെ സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങളെല്ലാം മറ്റൊരാളെ മുദ്ര കുത്താനല്ല, മറിച്ച് അവർ സ്വയം അതിനെ ഭയപ്പെട്ട് നിരന്തരം അതിനെ പരിശോധിക്കുന്നതായിട്ടാണ് നമ്മൾ സീറയിൽ കാണാൻ സാധിക്കുക. താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 30ഓളം സ്വഹാബികളെ റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരെ ഞാൻ കണ്ടു. കുല്ലുഹും യഖാഫു നിഫാഖ്, അവർ മുഴുവൻ ഓരോ ആളുകളും ആ നിഫാഖിന് ഭയപ്പെടുന്ന ആളുകളായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുനാഫിക്കുകളുടെ പേര് റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ആ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിരന്തരം പോയി എൻ്റെ പേര് അതിലുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെടുന്നതായിട്ടും പരിശോധിക്കുന്നതായിട്ടെല്ലാം നമുക്കറിയാം, നമ്മൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലും നാഫഖ ഹൻദല എന്നുള്ള പ്രസിദ്ധ സംഭവം ഇതെല്ലാം യഥാർത്ഥത്തിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അവർ നിരന്തരം അതിനെ ഭയപ്പെട്ട് അവർ സ്വയം ആത്മപരിശോധന ജീവിതത്തിലുടനീളം നടത്തി എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ആ വലിയ രോഗത്തെ സംബന്ധിച്ച് നമ്മളും ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മഹാരോഗത്തെ തൊട്ട് നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻട്രഡക്ഷനോടുകൂടെ നമ്മൾ ആ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ മുനാഫിഖൂൻ വളരെ ചെറിയ അധ്യായമാണ്, വെറും 11 ആയത്തുകൾ മാത്രമാണ് ആ സൂറത്തിലുള്ളത്. അപ്പോൾ നമ്മൾ അതിലെ പ്രതിപാദ്യ വിഷയത്തിൻ്റെ ആ ഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ 11 ആദ്യത്തെ 8 ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് ഒരു വിഷയമാണ്, നിഫാഖ് അല്ലെങ്കിൽ മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് ആദ്യത്തെ 8 ആയത്ത്. പിന്നീട് 9 മുതൽ 11 വരെയുള്ളത് ആ സൂറത്തിൻ്റെ കൺക്ലൂഷനാണ്. ആ രൂപത്തിലാണ് അതിൻ്റെ സ്ട്രക്ചർ കാണുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, പല സമയത്തും റസൂലുള്ളാഹി ഈ സൂറത്തുൽ മുനാഫിഖൂനെ തൊട്ടടുത്തുള്ള 62-ാമത്തെ അധ്യായം സൂറത്തുൽ ജുമയുമായിട്ട് കമ്പയർ ചെയ്ത് അതിനെ പെയർ ചെയ്ത് റസൂലുള്ളാഹി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ആ സൂറത്തുൽ ജുമ നമ്മൾ പരിശോധിക്കുന്ന സമയത്തും സമാനമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കാണുക. അവിടെയും 11 ആയത്ത്, ആദ്യത്തെ 8, പിന്നീട് 3, ആ രൂപത്തിൽ തരംതിരിക്കാൻ സാധിക്കും. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ 8 ആയത്തിൽ കടന്നു വരുന്ന വിഷയം ഞാൻ പറഞ്ഞു നിഫാഖിനെ സംബന്ധിച്ചാണ്. അതേസമയം കൺക്ലൂഷനായിട്ട് കടന്നു വരുന്ന 3 ആയത്തുകൾ അത് ഇൻഫാഖിനെ സംബന്ധിച്ചാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഞാൻ ഓടിച്ചു പോവാണ്, നിങ്ങൾ ആ സൂറത്ത് അതിനോടൊപ്പം നിങ്ങൾ ആ സൂറത്ത് നോക്കുക, അതിൻ്റെ അർത്ഥം നിങ്ങൾ പാരായണം ചെയ്യുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ കപടവിശ്വാസികൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, താങ്കൾ തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അവർ ആ രൂപത്തിൽ പറയുമെന്നുള്ള യഥാർത്ഥത്തിൽ അത് തന്നെ അവരുടെ ആ ഒരു കാപട്യമാണ് തുറന്നു കാണിക്കുന്നത്. അപ്പോൾ നിരവധി വിശ്വാസികളായിട്ടുള്ള സ്വഹാബികൾ അവർ ഇടക്കിടക്ക് റസൂലുള്ളാഹിനോട് പോയിട്ട് പ്രവാചകരെ നിങ്ങൾ അള്ളാഹിൻ്റെ ദൂതൻ ആ രൂപത്തിൽ പറയേണ്ടതില്ല. അപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, ഒരു കുട്ടി ഒരു കാര്യമില്ലാതെ ഉപ്പയുടെ മുന്നിൽ പോയിട്ട് ഉപ്പ ഞാനത് ചെയ്തിട്ടില്ലട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെന്തോ ചെയ്തിട്ടുണ്ടാകും. ആ രൂപത്തിലാണ്. അപ്പോൾ അവരുടെ ആ കുറ്റബോധം അവർ നിരന്തരം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പോയി സാക്ഷ്യപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം അത് അള്ളാഹിൻ്റെ പ്രവാചകനാണെന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തീർച്ചയായിട്ടും മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവർ കള്ളം പറയുന്നവരാണ്. അപ്പോൾ അവരാ പറഞ്ഞതല്ല കളവ്. അതായത് റസൂലുള്ളാഹി അള്ളാഹിൻ്റെ ദൂതനാണെന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നശ്ഹദു എന്നുള്ള പദം അടിവരയിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരുടെ ആ സാക്ഷ്യം അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പച്ചക്കള്ളാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. 2-ാമത്തെ ആയത്തിൽ തഖദൂ ഐമാനഹും ജുന്നത്തൻ ഫസദ്ദു അൻ സബീലില്ലാ ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവർ ആ കപടവിശ്വാസികൾ
അവരുടെ ശബദങ്ങളെ അവരൊരു പരിചയമാക്കി വെച്ചിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ സംഭവത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ആ രൂപത്തിൽ നീചായിട്ടെല്ലാം സംസാരിച്ച് റസൂൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ച സമയത്തും ഫഹലഫു മാ ഖാലു, അയാൾ അതെല്ലാം ചെയ്തിട്ടില്ലെന്ന്, അയാൾ യാതൊരു ഉടുപ്പില്ലാതെ അള്ളാഹിൻ്റെ പേരിൽ അയാൾ സത്യമിടുന്നുണ്ട്. അത് അവരുടെ ഒരു സ്ഥിരം സമ്പ്രദായമായിരുന്നു. നേരത്തെ ഞാൻ ഓതി വെച്ച സൂറത്ത് തൗബയുടെ 56-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും വമാഹും മിൻകും, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെന്ന് അവർ അള്ളാനെ പിടിച്ച് അവർ സത്യം ചെയ്ത് പറയും. യഥാർത്ഥത്തിൽ ആ രൂപത്തിലല്ല. അപ്പം അള്ളാനെ ഭയപ്പെടാത്ത അവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഇതേ രൂപത്തിൽ സത്യം ചെയ്യാൻ അവർക്ക് യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്നും ആളുകളെ വഴിതെറ്റിക്കാണ്. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് എത്രയോ ചീത്തയായിട്ടുള്ള കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. 3-ാമത്തെ ആയത്തിൽ ദാലിക ബി അന്നഹും ആമനു സുമ്മ കഫറു ഫതുബി അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. അപ്പോൾ അവരാദ്യം വിശ്വസിച്ചു, പിന്നീട് അവിശ്വസിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ അവരിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സൂറത്ത് തൗബയുടെ ആയത്തിലും ഫഹും ഫി റൈബിഹിം യതറദ്ദദൂൻ. അപ്പോൾ അവരുടെ നിരന്തരം അവരുടെ ആ ഒരു പ്രവൃത്തി കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന് മുദ്ര വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ പുറമേക്കുള്ള ശരീരത്തിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോൾ അവരുടെ ഹൃദയം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവശേഷിക്കുന്നത് കേവലം പുറമേക്കുള്ള ശരീരം മാത്രമാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത് ഇദാ റഅയ്തുഹും തുഅജിബുക അജ്സാമുഹും, അവരുടെ പുറമേക്കുള്ള ശരീരം നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ആ രൂപത്തിൽ, അതായത് ഏതൊരാളെയും ആകർഷിക്കുന്ന അത്തരത്തിൽ ഇംപ്രസീവായിട്ടുള്ള ലുക്കാണ് അവർക്കുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ സംബന്ധിച്ച് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറുകളിൽ പറയുന്നുണ്ട്, അയാൾ നല്ല ആജാനബാഹു സുമുഖനായിരുന്നു. ഏതൊരാളും ആകർഷിക്കുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അയാൾക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പുറമേക്കുള്ള കാഴ്ചയിൽ മാത്രമല്ല, അടുത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം, അവരുടെ ആ സംസാരവും ആരും കേട്ടിരുന്നു പോകും. ആ രൂപത്തിൽ ആകർഷകമായിട്ടുള്ള സംസാരം അവർക്കുണ്ടായിരുന്നു. അതായത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും കൂട്ടരും അവർ റസൂലുള്ളാഹിന്റെ സദസ്സിൽ കയറി വരുന്ന അവിടെ ആ ചുമരിൽ തലയണയും ചാരിയിരുന്ന് ആ രൂപത്തിൽ അവർ സംസാരിക്കുമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് അയാൾ എഴുന്നേറ്റ് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ ചേർത്ത് വെക്കുക. അപ്പോൾ ഏതൊരാളും പുറമേ നിന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ആദ്യമായിട്ട് ഒരാൾ കയറി വരികയാണെങ്കിൽ ഇയാളുടെ കാട്ടിക്കൂട്ടലെല്ലാം കാണുന്ന സമയത്ത് ഇയാളൊരു 22 കാരറ്റ് സ്വഹാബിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന രൂപത്തിലായിരുന്നു അയാളുടെ സംസാരങ്ങളെല്ലാം. അപ്പോൾ ഏതൊരാളെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള സംസാരം പരിശുദ്ധ ഖുർആനിൽ വീണ്ടും മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയുടെ 204-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ഏതൊരാളെയും ആകർഷിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന, അതായത് പുറമേക്കൊന്നും അകത്തൊന്നും വെക്കുന്ന ആ രൂപത്തിലുള്ള പ്രവണത. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കഅന്നഹും ഖുശുബും മുസന്നദ, അപ്പോൾ അവർ ചാരി വെച്ച ഒരു മരത്തടി പോലെയാണ്, ഒരു വിറകുമുട്ടി പോലെയാണ്. പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ ഒരു ആകാശത്തേക്ക് പടർന്നു പന്തലിച്ച് ശാഖകളുള്ള ആഴ്ന്നിറങ്ങിയ വേരുകളുള്ള സദാസമയത്തും ഫലം നൽകുന്ന ഒരു വൃക്ഷത്തോട് ഉപമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സൂറത്ത് ഇബ്രാഹിമിൽ അസ്ലുഹ സാബിത്തും വ ഫർഉഹ ഫിസ്സമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വിശ്വാസികളെ ദൃഢമായിട്ടുള്ളൊരു വൃക്ഷത്തോട് ഉപമിക്കുന്നുണ്ട്. ആ ഉപമ മനോഹരമാണ്, ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വൃക്ഷത്തോടല്ല ഉപമിക്കുന്നത്, മറിച്ച് ഒരുണങ്ങിയ മരത്തടി, അതും ചാരി വെച്ചത്. അത് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു മരത്തടി എന്നുള്ളത് അത് നീര് വറ്റിയ അകം പൊള്ളയായ ജീവനില്ലാത്തതാണ്. സമാനമാണ് അവരുടെ ഹൃദയം, ആ രൂപത്തിലാണ് അവരുടെ ഹൃദയം. പക്ഷേ അതേസമയം ആ മരത്തടി, ആ ഉണങ്ങിയ മരത്തടി ഏതോ ഒരു സമയത്ത് ആ വൃക്ഷത്തിൻ്റെ സജീവമായിട്ട് ആ വൃക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു. നേരത്തെയുള്ള ആയത്തിൽ ദാലിക ബി അന്നഹും ആമനു സുമ്മ കഫറു, അതും പ്രത്യേകമായിട്ട് ചാരി വെച്ചതെന്ന് പറഞ്ഞു. കാരണം വൃക്ഷം എന്നുള്ളത് അത് സ്വയം നിലനിൽപ്പുള്ളതാണ്, അതിന് ആഴ്ന്നിറങ്ങിയ വേരുകളുള്ളതാണ്. അതേസമയം ഇവർ സദാസമയത്തും ഒന്നുമായിട്ട് ചാരി വെച്ചത്, അത് നമുക്കറിയാം അവർ ഏത് സമയത്ത് വിശ്വാസികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അത് സ്വയം നിലനിൽപ്പില്ലാത്ത ആളുകളാണ്. അതുമാത്രമല്ല, ചാരി വെച്ച ഒരു വിറക് കൊള്ളി അത് പിന്നീട് അതിൻ്റെ ഏക ഉപയോഗം എന്നുള്ളത് ഇത് കത്തിക്കാൻ വേണ്ടി മാത്രമാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ച് സൂറത്ത് നിസായിൽ ദർക്കിൽ അസ്ഫലി മിനന്നാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എന്ത് കേട്ടാലും അത് തങ്ങൾക്കെതിരെയാണെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായത് ആ തരം ഒരു പാരനോയ, ആ രൂപത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക്. അതുതന്നെ അവർ ജെന്യൂൻ അല്ല എന്ന് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ അവർ മുഖംമൂടി ധരിച്ച് നടക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ സദാസമയത്തും
തങ്ങളെ മറ്റുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ഭയത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ വിശ്വാസികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ആ രൂപത്തിലുള്ള ഒരു സംശയദൃഷ്ടിയോടുകൂടെ ആയിരിക്കും അവരെല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുമുൽ അദുവ്വു ഫഹ്ദർഹും, അവർ ശത്രുക്കളാണ്, അവരെ പ്രത്യേകം സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കാരണം തുറന്ന് ശത്രുത പ്രഖ്യാപിച്ച ആ ശത്രുക്കളേക്കാൾ അപകടമാണ് ഈ ഒളിഞ്ഞ ശത്രുക്കൾ. അവർ മിത്രങ്ങളെ പോലെ മുന്നിൽ കൂടെ നടന്ന് പിന്നീട് ചതിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ഉണർത്തിക്കൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ശേഷം 5-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളൂ എന്ന് അവരോട് പറഞ്ഞാൽ ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, ആ രൂപത്തിൽ അവരോട് പറഞ്ഞാൽ അവർ ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അവർ ആ തല തിരിച്ചുകൊണ്ട് അവർ അഹങ്കാരികളായിട്ട് നടന്നു പോകും എന്നുള്ളതാണ്. ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ആ പള്ളിയിൽ വെച്ച് പ്രഭാഷണം നടത്തിയതും അവർ പിടിച്ചിരുത്തിയ സമയത്ത് അയാൾ നടന്നു പോകുന്നുണ്ട്. ആ വാതിലിനടുത്ത് വെച്ചൊരു സ്വഹാബി അയാളെ ഉപദേശിച്ച സമയത്ത് അയാൾ അഹങ്കാരത്തോടു കൂടെ പറഞ്ഞതും നടന്നുപോയ സംഭവമെല്ലാം ഇവിടെ കണക്ട് ചെയ്യുക. അത് ആ ഒരു സംഭവത്തിൽ നിന്ന് മാത്രമല്ല, മുനാഫിക്കുകളുടെ പൊതുവായിട്ടുള്ള നിലപാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത് വീണ്ടും ആ തബൂക്ക് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട എല്ലാം സമാനമായിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. അത് റസൂലുള്ളാഹിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾ പാപമോചനം തേടിയാലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കൂല എന്നുള്ള. അത് ഒന്നുകൂടെ വിശദമായിട്ട് സൂറത്ത് തൗബയുടെ 80-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. 70 തവണ പാപമോചനം തേടിയാലെന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നുണ്ട്. ആയത്തുകളെല്ലാം ചേർത്ത് വെക്കുക. ശേഷം 7-ാമത്തെ ആയത്തിൽ ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദു. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് നേരത്തെ പറഞ്ഞ ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങൾ ചെലവഴിക്കരുത്, നിങ്ങൾ ചെലവഴിച്ചത് കൊണ്ടാണ് അവർ ഈ രൂപത്തിൽ ഇവിടെ സെറ്റിലായത്, നിങ്ങൾ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ അവരിവിടം വിട്ടു പോകുമായിരുന്നു. അയാൾ പറഞ്ഞ ആ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അതിനുശേഷം ആയത്തിൻ്റെ അവസാനം വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഈ ആകാശഭൂമികളിലുള്ള ഖജനാവുകളെല്ലാം അത് അള്ളാഹിൻ്റെതാണ്, നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കും എന്നുള്ള ആ രൂപത്തിലാണ് ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉണർത്തുന്നത്. അതിനുശേഷം 8-ാമത്തെ ആയത്ത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമ്മൾ പലതവണ നേരത്തെയുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്. യഖൂലൂന ലഇൻ റജഅന ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദ്ൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ തന്നെ അതേ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ വചനത്തിൽ കോട്ട് ചെയ്യുകയാണ്. അതാണ് ആ 8 വരെയുള്ള ആയത്തുകൾ. അതിനുശേഷം ഞാൻ പറഞ്ഞു 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ ഈ സൂറത്തിൻ്റെ കൺക്ലൂഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സൂറത്തിൻ്റെ കൺക്ലൂഷൻ എന്നുള്ളത് ഇൻഫാഖാണ്, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതാണ്. 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുകയാണ്. അള്ളാഹിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ അതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കുന്ന ഒന്നാമത്തെ കാര്യം അവിടെയും സമ്പത്താണ്. ലാ തുഹ്ലിക്കും അംവാലുക്കും വല ഔലാദുക്കും, സമ്പത്തും സന്താനങ്ങളാണ്. ആ രൂപത്തിൽ നിങ്ങൾ അശ്രദ്ധയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടത്തിലായിരിക്കും. അതാണ് 9-ാമത്തെ ആയത്ത്. അതിനുശേഷം വീണ്ടും ആ ഇൻഫാഖിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അംഫിഖു മിമ്മ റസഖ്നാക്കും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിലേക്ക് ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് അൻഫിഖു നിങ്ങൾ ചെലവഴിക്കുക. അതേസമയം ഒരാൾ ആ മരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത് അയാൾ അള്ളാഹിനോട് കെഞ്ചാണ്, ഓ അള്ളാഹ് എനിക്ക് കുറച്ചുകൂടെ സമയം നീ നൽകണം, ആ രൂപത്തിൽ കെഞ്ചാണ്. അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ അയാൾ പറയുന്ന കാര്യം നോക്കുക, അതായത് ഒരല്പം കൂടെ എനിക്ക് എക്സ്ട്രാ സമയം തരാണെങ്കിൽ ഞാൻ പാഴാക്കിയത് നമസ്കരിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ നോമ്പ് നോറ്റുകൊള്ളാം, അതൊന്നുമല്ല പറയുന്നത്. ഒരല്പം കൂടെ സമയം കിട്ടുകയാണെങ്കിൽ ലൗല അഖർതനി ഇല അജലിൻ ഖരീബ് ഫ അസ്വദ്ദഖ വ അകുൻ മിന സ്വാലിഹീൻ, ഞാൻ ചെലവാക്കിക്കൊള്ളാം എന്നുള്ളതാണ് ആ സമയത്ത് അയാൾ പറയുന്നത്. കാരണം ആ മരണം വരെ സമ്പത്ത് കെട്ടിപ്പിടിച്ച് അല്ലദീ ജമഅ മാലം വ അദ്ദദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ആ സമ്പത്ത് ഇങ്ങനെ എണ്ണി നോക്കി അത് കുന്നുകൂട്ടി വെച്ച് ഹത്താ സുർത്തുമുൽ മഖാബിർ, ആ ഖബറിടം എത്തുന്നത് വരെ അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ അവസാനം അവർ അള്ളാഹിനോട് അവർ കെഞ്ചാണ്, ഒരല്പം കൂടെ സമയം തരാണെങ്കിൽ ഞാൻ ചെലവഴിച്ചോളാം ആ സമയത്ത് പറയുമെന്നുള്ളതാണ്. പക്ഷേ അവസാനം ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഒരാൾക്കും വലൻ യുഅഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരാൾക്കും
ഒരു സെക്കൻഡ് പോലും അയാൾക്ക് പിന്നെ നീട്ടിക്കൊടുക്കില്ല. അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലവാക്കുക. അത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു നിഫാഖിനെയും അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇൻഫാഖിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യുന്നത്. തമ്മിലുള്ള റിലേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ നിഫാഖുള്ള ആളുകൾക്ക് ഒരിക്കലും ഇൻഫാഖ് ചെലവഴിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് അനുഭവപ്പെടുക എന്നുള്ളതാണ്. നമസ്കരിക്കാനും നോമ്പ് വെക്കാനൊന്നും മുതൽ മുടക്കില്ല. പക്ഷെ അതേസമയം ചെലവഴിക്കുന്ന കാര്യം വരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരുമെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ യാതൊന്നും പ്രതീക്ഷിക്കാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരാൾക്ക് നൽകണമെങ്കിൽ ഹൃദയത്തിൽ നല്ല വിശ്വാസം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരുമെന്നുള്ള ആ ഒരു ബോധ്യം, ഹൃദയത്തിലുള്ള ഈമാന് ഉള്ള ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ദലീലാണ് യഥാർത്ഥത്തിൽ ഒരാൾ സ്വതക്ക നൽകുന്നത്. ഈമാനുള്ള സാക്ഷ്യം. അതുകൊണ്ടാണ് ആ സ്വതക്ക എന്നുള്ള പദത്തിന് അർത്ഥം തന്നെ സത്യപ്പെടുത്തുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. അബൂബക്കർ സുദ്ദീഖ് എന്ന് പറയാറുണ്ട്. അതായത് ഒരാൾ സ്വതക്ക പുറമേക്ക് ഒരാളൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾ സ്വതക്ക നൽകുന്നുണ്ടെങ്കിൽ അയാൾ അകത്തുള്ള ഈമാനുള്ള സാക്ഷ്യപ്പെടുത്തലാണത്. ഇപ്പോൾ നിഫാഖുള്ള ആളുകൾക്ക് അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ സംബന്ധിച്ച് തന്നെ പറഞ്ഞ സമയത്ത് നേരത്തെ പറഞ്ഞ അതേ സൂറത്ത് തൗബയുടെ 54-ാമത്തെ ആയത്തിൽ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ ആ നാഫഖ എന്നുള്ള പദത്തെ നമ്മൾ പറഞ്ഞു, 2 ഹോളുകളുള്ളൊരു മാളം. ചെലവഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്തും ദുനിയാവാകുന്ന ഹോളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് പലിശ അടക്കം ആ പരലോകത്ത് നമുക്ക് മറ്റൊരു ഹോള് വഴി ഇത് തിരിച്ചെടുക്കാമെന്നുള്ള സുബ്ഹാനല്ലാഹ്. അത് സമ്പത്തിനെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ ആളുകളും ചെലവഴിക്കാൻ അവർ പ്രാപ്തരായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ അംഫിഖൂ മിൻ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞില്ല, മറിച്ച് മിമ്മാ റസഖ്നാക്കും, ഞാൻ റിസ്ക്കായി നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ള. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക്കായിട്ട് നൽകിയത് അവരുടെ ആരോഗ്യമായിരിക്കും, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് സമയമായിരിക്കും, ചില ആളുകൾക്ക് മറ്റുള്ള എന്തെങ്കിലും ടാലൻറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടാവും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ക്കായിട്ട് നൽകിയത്? അത് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നൽകുക, തിരിച്ചു നൽകുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു മുനാഫിക്കുകളെയും അവരുടെ നിലപാടുകളെയും പ്രധാനമായിട്ട് അവരുടെ ആ ലീഡർ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ തന്നെ അള്ളാഹു തുറന്നു കാണിക്കുകയാണ്. അതുവഴി ആ സമൂഹത്തിൻ്റെയും അയാളുടെ അനുയായികൾ തന്നെ അയാളെ തിരിച്ചറിയാൻ തുടങ്ങിയ ആ സമയത്ത് അയാളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഒരു ഡൈവേർഷൻ ടാക്റ്റിക്. ഇപ്പോൾ സമകാലിക ലോകത്ത് പൊളിറ്റീഷ്യന്മാരും അതേപോലെ തന്നെ മീഡിയ എല്ലാം എന്തെങ്കിലും ഒരു അപാകത വരുന്ന സമയത്ത് ജനശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ന്യൂസ് പടച്ച് പിന്നീട് മറ്റൊരു വിഷയത്തിലേക്ക് തിരിക്കുന്നത് പോലെ സമാനമായിട്ട് അയാൾ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം, അതും ഗോസിപ്പുകൾ, നമുക്കറിയാം അത്തരത്തിലുള്ള ചൂടേറിയ ഗോസിപ്പുകൾക്ക് പെട്ടെന്ന് അത് സമൂഹത്തിൽ വൈറലാകും. സമാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ള വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റം വിഷമിപ്പിച്ച റസൂലുള്ളാഹിൻ്റെ ഭാര്യക്കെതിരെയുള്ള അപവാദ പ്രചാരണമായിട്ട് അയാൾ രംഗത്ത് വരുന്നുണ്ട്. ആ ഒരു അപവാദ പ്രചാരണത്തെ ഏത് രൂപത്തിലാണ് ആ സമൂഹം നോക്കിക്കണ്ടത്, അതിലുള്ള പാഠങ്ങൾ അതെല്ലാം വിശദമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര അത് ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.